ബീഹാറിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടത്. പക്ഷെ അവരുടെ നേതാക്കൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. കുനിച്ചു നിർത്തി ഇടിയാണ് പ്രവർത്തകർ നൽകുന്നത്. ഇപ്പോൾ അടിപിടിയേ നടക്കുന്നുള്ളൂ. സീറ്റ് വിഭജനമായിട്ടില്ല. നാളെയാണ് അവസാന ദിവസം. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കാനുള്ളത് നാളെയാണ്. പട്ടിക ഇതുവരെ ആയിട്ടില്ലെന്നേ. വോട്ട് ചോരി എന്നും പറഞ്ഞു യാത്ര നടക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു പപ്പുവിനെ കാണാനില്ല. പപ്പു അവിടെങ്ങുമില്ല. പപ്പു ഇന്ത്യയിലും ഇല്ല. എവിടെ പോയെന്ന് അറിയാനും വയ്യ. കൊളംബിയ എന്നൊക്കെ പറയുന്നത് അല്ല, തോറ്റതിന് ശേഷം വരും. പക്ഷെ പപ്പു യാദവ് ഉണ്ട്. അയാളുടെ ഒരു സഹായിക്കും കിട്ടിയ അടി വിമാനത്താവളത്തിലിട്ടായിരുന്നു അടി. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പാറ്റ്ന വിമാനത്താവളത്തിൽ വന്നിടങ്ങി. അപ്പോൾ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക. കാര്യം എന്താ? ഈ പട്ടിക താമസിക്കുന്നതല്ല അവരുടെ പ്രശ്നം. ഇതിനകത്ത് ഒരു സീറ്റ് വിറ്റിരിക്കുകയാണ്. മാനേജ്മെൻറ്റ് സീറ്റ് വിറ്റിരിക്കുന്ന എത്ര രൂപയ്ക്കെന്നറിയാമോ? 5 കോടി രൂപ. ഇല്ല, ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണ ആഭരണങ്ങൾ, അത് പൂശിയതാകട്ടെ അല്ലാത്തതാകട്ടെ, അതൊക്കെ വിറ്റ് കാശാക്കുന്ന പോറ്റിമാരെ പോലെ കോൺഗ്രസ് പെരുമാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ദേവസ്വം ബോർഡിനെ പോലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ, കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദേവസ്വം ബോർഡായാലും എന്ത് ചെയ്യും? അതാണിപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. 5 കോടി കൊടുക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു സീറ്റ് തന്നാൽ ഞാൻ 5 കോടി തരാം. പാർട്ടിയുമായിട്ട് ബന്ധമൊന്നും വേണമെന്നില്ല. 5 കോടി തന്നാൽ സീറ്റ് ഉറപ്പ്. അങ്ങനെ ഒരു സീറ്റ് ഉറപ്പ് പദ്ധതി അവർ നടപ്പിലാക്കി. അപ്പോൾ വോട്ട് ചോരി എന്ന് പറയുന്നത് എവിടെയാണ്? കോൺഗ്രസിൽ തന്നെ അല്ലേ നടക്കുന്നത്? അല്ല, അതോ സീറ്റ് ചോരിയാണോ? സീറ്റ് ചോരി അതാണ് നടന്നത്. ഒരു പക്ഷേ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും ഇത്. രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഈ സീറ്റ് ചോരി എന്ന് പറഞ്ഞ് എനിക്ക് ദുഷ്പേര് വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളത്തേക്ക് കൊളംബിയയിൽ, എനിക്കവിടെ ഒരാളുണ്ട്, പോയി ഞങ്ങൾ തമ്മിലൊന്ന് കണ്ടിട്ട് വരട്ടെ. ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന പോലെ അവർ തമ്മിലുള്ള സംഗമം ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്, മലേഷ്യയിലും കൊളംബിയയിലും ഒക്കെ ആയിട്ട്. അതൊന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരൻ ഒരു തക്ക സമയത്തൊരു മുങ്ങി. പണ്ട് കെ മുരളീധരനുള്ള സീറ്റ് ഷെയറിങ്ങിൻ്റെ സമയത്ത് ഞാൻ ബാത്റൂമിലൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതുപോലെ അങ്ങേരൊന്ന് മാറിയിരുന്നു. 5 കോടി മുക്കി അവിടുന്ന്. കോൺഗ്രസിൻ്റെ അഴിമതിക്ക് ഇനി വേറെ തെളിവ് വേണോ? വിക്രം എന്ന് പറയുന്ന മണ്ഡലത്തിലെ ആൾക്കാരാണ്. ആ മണ്ഡലത്തിൽ വിക്രം എന്ന് പറയുന്ന മണ്ഡലം ഒരു പാർലമെൻറ്റ് സീറ്റാണ് അവിടെ. ആ മണ്ഡലത്തിലെ ആൾക്കാരാണ് വിമാനത്താവളിൽ വന്ന് ആദ്യം തെറി വിളിച്ചു കഴിഞ്ഞാൽ പോടാ എൻ്റെ പാട്ടിനെന്നൊക്കെ പറഞ്ഞു, വലിയ ധിക്കാരത്തിൽ പറഞ്ഞു. പേടിച്ച് ഓരോന്നിനെയും നിർത്തി കുനിച്ച് നിർത്തി ഈ പറഞ്ഞ പോലെ, ശ്രീജിത്ത് പറഞ്ഞ പോലെ നല്ല കിടുമ്പനിട്ടി കൊടുത്തു. പേടിച്ചോടുമായിരുന്നു. പിന്നെ മുണ്ടല്ലാത്തതുകൊണ്ട് ഊരിപ്പോയില്ല. അവിടെ പൈജാമയും കാൻറ്റും ഒക്കെ ആയതുകൊണ്ട് ഊരിപ്പോകാതെ അടുത്തൊരു കാറ് കിടന്ന് പിടിച്ചു കയറി വിടാ, ഓടിക്കോ, വിട്ടോടാന്നും പറഞ്ഞായിരുന്നു പോയത്. ജോർജ് കുട്ടി വിട്ടോടാ. നമ്മൾ ഏതോ സിനിമയിൽ കേട്ടല്ലത്, ജോർജ് കുട്ടി വിട്ടോടാ. ഇതിപ്പോൾ ജോർജ് കുട്ടിയൊന്നും അല്ല, കോൺഗ്രസിൻ്റെ കൃഷ്ണ അല്ല, കൃഷ്ണ വിട്ടോടാന്നും പറഞ്ഞ് പാഞ്ഞു പോവുമായിരുന്നില്ല കൂടെ. അതാണ് അവിടെ സംഭവിച്ചത്. എന്തോന്ന് കോൺഗ്രസിൻ്റെ ശ്രീജിത്ത്, നാളെയാണ് അവസാന തീയതി, നാളെയാണ് ചർച്ചകളെല്ലാം കൂടെ അവിടെ ആക്കുക എന്നിടയ്ക്ക്. പക്ഷേ ഇതറിഞ്ഞത് കൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ജാമ്യം എടുത്തത്. പരാജയത്തിന് ശേഷം പറയാലോ വോട്ട് ചോരിയെന്ന്. അതെ, അങ്ങനെ വല്ലതും ആയിരിക്കും. സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ വേണുഗോപാൽ പറഞ്ഞാൽ കുറച്ചൊന്ന് മാറി നിന്നു, ഇവിടെ നിന്നാൽ തല്ല് കിട്ടും. അടി കിട്ടിയില്ല, അതുകൊണ്ട് രാഹുൽ ഗാന്ധി അടി കിട്ടാതെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അങ്ങോട്ട് എന്തായിരിക്കും? 1ാം ഘട്ടമേ ആയിട്ടുള്ളൂ, ഇനി 2ാം ഘട്ടം കിടക്കുന്നു. എന്തുമായിരിക്കും ഇത് സംഭവം നടക്കുന്നത്? ഈ കോഴിപ്പോര് പോലെ പോര് നടക്കുകയാണെന്നേ കോൺഗ്രസിനകത്ത്. പറ്റിയ പേര് തന്നെയാണ് കോഴിപ്പോരെന്നുള്ളത് അല്ലേ? കോഴി എന്നുള്ള പേരുമായിട്ട് അത് അന്വയിച്ച് പോകുന്നുണ്ടല്ലേ, നല്ല ചേർച്ചയാണ്. അപ്പോൾ നമ്മൾ തമാശ പറഞ്ഞില്ല അല്ലേ, ഒരു ഇന്ത്യൻ ദേശീയ പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ പട്ടിക പൂർത്തീകരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ ആദ്യ ദിവസം വരെ ആയിട്ടില്ലെങ്കിലും നമുക്ക് സഹിക്കാം. പക്ഷേ അവസാന ദിവസം വരെ ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇതാണോ ഇവർ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത്, ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നത്? ഇവരാണ് മോദിയെ തോൽപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നത്, മസിലും പിടിച്ചുകൊണ്ട്. എനിക്കറിയാം ഇത് ഇങ്ങനൊരു ഗതികേട് എൻ്റെ ദൈവശാപം കിട്ടിയതുപോലെ ആയിപ്പോയി. വാസ്തവത്തിൽ സത്യം പറയാം, ദൈവശാപം കിട്ടിയതുപോലെ ആയിപ്പോയി. ഇനി അയ്യപ്പൻ്റെ വല്ല ശാപവും കൂടെ ഉണ്ടോ ഇതിനകത്ത് എനിക്കറിയാൻ വയ്യ. എന്തായാലും ശരി, ഇത് കോൺഗ്രസിനെ ഇപ്പം തന്നെ അവർക്ക് പറഞ്ഞിരിക്കുന്ന മൊത്തം കൂടെ ആകെ കൂടെ കൂട്ടിയ 75 സീറ്റാണ് ഗഡ്ബന്ധന് മുഴുവനും കൂടെ. അതിൽ നിന്നും താഴോട്ട് പോകും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സീറ്റ് കിട്ടുന്നത് BJPക്കായിരിക്കും ഫലത്തിൽ. അപ്പോൾ അങ്ങനൊരു സുവർണ അവസരമാണ്. ഗുപ്ത ഭരണകാലം എന്ന് പറയുന്ന ബീഹാർ അടങ്ങുന്ന പാടലീപുത്രത്തിലെയൊക്കെ അവിടുത്തെ ഭരണാധികാരിയാണ്. ഇന്ത്യയുടെ സുവർണകാലം എന്നാണ് അറിയപ്പെടുന്നത്. ഗുപ്ത ഭരണകാലം എന്ന് പറയുന്നത് ഇപ്പോൾ BJPയുടെ സുവർണകാലം വന്നിരിക്കുകയാണ് ബീഹാറിൽ. തർക്കമറ്റ സുനിശ്ചിതമായിട്ടുള്ള വിജയത്തിലേക്കാണ് ഇപ്പോൾ BJP പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ പോകുന്ന ഈ മുന്നണിക്ക് ഇന്ത്യയെ ഒന്നിച്ചു ചേർത്ത് എങ്ങനെ പിടിച്ച്
നിർത്താൻ കഴിയും. ഇപ്പം നിയമസഭയാണ് നടക്കുന്നത്. ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഇങ്ങനെ തമ്മിലടിക്കുന്ന കുറേ കഷ്ണങ്ങളായിട്ടുള്ള പാർട്ടിയെ, ഒരു സഖ്യത്തെ എങ്ങനെ രാജ്യത്തിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ പറ്റും? ദേവസ്വം ബോർഡിനെ ശബരിമലയുടെ ചുമതല ഏൽപ്പിച്ച പോലെ ആയിത്തരത്തില്ല. അത് 5 കോടി രൂപ ഒരു സീറ്റിന് വില വാങ്ങിക്കുന്ന ഒരു തസ്കര സംഘത്തെ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്ത് പിന്നെ കോൺഗ്രസിൻ്റേതായിരിക്കത്തില്ല, പിന്നെ രാജ്യത്തിൻ്റേതായിരിക്കും. അവിടെയാണ് പ്രശ്നം. അത്ര പൊട്ടന്മാരല്ല ഇന്ത്യയിലെയും പറ്റ്നയിലെയും ജനങ്ങൾ. ഇന്ദിരാഗാന്ധി ആ സകലം ആമൂലാഗ്രം അഴിമതിയിൽ മുങ്ങിയപ്പോൾ തോൽപ്പിച്ച് പാഠം പഠിപ്പിച്ച ജനങ്ങളാണ് ബീഹാറിലേത്. ജനതാ പാർട്ടി അതിൻ്റെ ഏറ്റവും വലിയ സുവർണകാലം കഴിച്ചുകൂട്ടിയ ഒരു ടൈം, അതിൽ വലിയ സംഭാവനകൾ ചെയ്ത ഒരു സംസ്ഥാനം കൂടിയാണത്. അതുപോലെ തന്നെ പപ്പു യാദവ് എന്ന് പറയുന്ന കൊടും ക്രിമിനലാണ്. ബുള്ളറ്റിലൊക്കെ പാർലമെൻറ്റിലേക്ക് അദ്ദേഹം കാറിലൊന്നും വരില്ല, ബുള്ളറ്റിൽ. അതോടൊപ്പം തന്നെ ഇങ്ങനെ തമ്മിലടിയും തർക്കവും ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി മഹാഗഡ്ബന്ധൻ ഉറപ്പായി പരാജയപ്പെടുമല്ലോ. പരാജയപ്പെടുന്നത് മാത്രമല്ല, സ്റ്റണ്ട് കുറേ ഇനിയും നടക്കും. ഈ 5 കോടി ഒരു വിക്രമിലെ സീറ്റിൻ്റെ കാര്യം മാത്രമേ, പല സീറ്റിലും ഇതായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ്. മനസ്സിലായില്ലേ? നാട്ടുകാർ മണ്ഡലത്തിലുള്ള ആൾക്കാരെ എടുത്തിട്ട് ചാർത്തും, വോട്ട് ചോദിച്ച് ഇറങ്ങാൻ. അതെ, ചാർത്തും. അത് തന്നെ കോൺഗ്രസ്സുകാർ തന്നെ, BJP-കാരല്ലേ? ജനാധിപത്യ ഫാഷിസ്റ്റ് ശക്തികൾ ഞങ്ങളെ ആക്രമിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ അനുയായികളെ വന്നടിച്ചത്. നിങ്ങളെ ശരിക്കറിയാം, നിങ്ങൾ കള്ളന്മാരാണെന്ന് അവർക്ക് ശരിക്കറിയാം. എന്നാൽ അതിൻ്റെ ഷെയർ ഇവർക്കും കൂടെ കൊടുത്തുകൂടെ? അതും കൊടുക്കത്തില്ല. ജീവനും കൊണ്ട് ഓടി പോയാലെന്താ? ജീവനോട് 5 കോടി കയ്യിലിരിക്കുകയല്ലേ, പിന്നെന്താ പ്രശ്നം? എവിടെ നേതാവ്? രാഹുൽ ഗാന്ധി ഭാവി ഇന്ത്യയുടെ പ്രതീക്ഷ എന്നൊക്കെ CPM പറയുന്ന ആൾ എവിടെ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ അദ്ദേഹം മുങ്ങിയിരിക്കുകയാണ്. എവിടെയാണെന്ന് ആർക്കും ഒരു പിടിയില്ല. കോൺഗ്രസ്സുകാരും പറയുന്നില്ല, മറ്റു പാർട്ടിക്കാരും പറയുന്നില്ല, പോലീസും പറയുന്നില്ല, ഇൻ്റലിജൻസും പറയുന്നില്ല. എന്തൊരു കഷ്ടം പിടിച്ച ഒരു കാലമാണ് കോൺഗ്രസിന് രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ. അപ്പോൾ രാഹുൽ ഗാന്ധി ഇനി പ്രചരണത്തിൽ വന്നാൽ അദ്ദേഹത്തിനെയും ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കൈകാര്യം ചെയ്യുമോ? കാരണം അദ്ദേഹമാണല്ലോ നേതാവ്. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് തെക്ക് വടക്ക് നടന്നു. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പഴയ പടി തന്നെ. ഇവിടെ രാഹുൽ ഗാന്ധി കിട്ടാവുന്ന 100% ഉറപ്പ്. ബാക്കി ഇതെല്ലാം പ്രമുഖ നേതാക്കളെയൊക്കെയാണ് തല്ലിയിട്ടിരിക്കുന്നത്. അതുപോലെ അല്ല, അദ്ദേഹത്തിന് ഓടി ശീലമുണ്ട്. പപ്പു ഭാരത് ജോഡോയുമായി ബന്ധപ്പെട്ട് ഓടുന്ന കണ്ടിട്ടില്ലേ സാർ? അതെ. അതുപോലെ പപ്പു യാദവ് എന്നും പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ സിനിമകളിലെയൊക്കെ വില്ലന്മാരെ പോലുള്ള ഒരു ആജാനുബാഹു. പാർലമെൻറ്റിലേക്കൊന്നും അദ്ദേഹം കാറിൽ വരില്ല, ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടാണ് വരുന്നത്. ഗുണ്ട നേതാവിൻ്റെ എല്ലാ സ്റ്റൈലിലുമാണ്. ഒരു 6 അടിയിലെ പൊക്കം. അദ്ദേഹത്തിൻ്റെയോ അദ്ദേഹത്തിൻ്റെ അനുയായിയുടെ അടുത്തുപോലും ഒരാളും പോവില്ല. കാരണം അത്ര പേടിയാണ്. ഭീകരൻ, ഗുണ്ടാ സംഘ തലവനാണ്, ഗുണ്ടാരാജിൻ്റെ മേധാവിയാണിത്. അദ്ദേഹത്തിൻ്റെ ഒരാളുണ്ടായിരുന്നു, അവനും കിട്ടി കണക്കിന് തല്ല്. അപ്പം ജനങ്ങൾ പപ്പു യാദവിനെ പോലും പേടിക്കുന്നില്ലെന്നുള്ള അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? രാഹുൽ ഗാന്ധിയും പേടിക്കും. രാഹുൽ ഗാന്ധി സാറ് മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ അവിടെ പ്രചരണത്തിന് എത്താൻ പാടില്ല? അതാണ് പുള്ളി ഒളിച്ചോടിയതെന്ന് തോന്നുന്നു കേട്ടോ. ഇനി മേലെ ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് വാൺ ചെയ്ത് കാണും. അതുകൊണ്ടാണ് കൊളംബിയയിൽ പോയി ഒളിച്ചു താമസിക്കുക. കൊളംബിയൻ വനാന്തരങ്ങളുണ്ടല്ലോ, ആമസോണിൻ്റെ ഒരു ഭാഗം അവിടെ കൂടെ പോകുന്നുണ്ട്. അതിനകത്ത് അങ്ങോട്ട് കയറി ഒളിച്ചിരിക്കുക. കൂട്ടിന് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ ആളും ഉണ്ടാവും. അതെന്തെങ്കിലും ആട്ടെ, നമ്മുടെ പ്രശ്നമല്ല, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാര്യമാണ്. അതിലൊന്നും നമ്മൾ കാര്യമായാലും ഈ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം കൊളംബിയയിൽ പോകുന്നത് കുടുംബത്തെ കാണാനാണെന്ന്. അതെ, നമ്മളാരും പറയുന്നില്ല അയാൾ കുടുംബത്തെ കാണുകയോ. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അതെ, കുടുംബത്തെ കാണുക, കുട്ടികളെ കാണുക. അപ്പോൾ ഒരു നല്ല മനുഷ്യനാണെന്ന് അദ്ദേഹം, കുടുംബജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളതല്ലേ, കുടുംബസ്നേഹിയായിട്ട് മനുഷ്യൻ. ഈ രാജ്യത്തിനോട് ഇച്ചിരി സ്നേഹം കാണിക്കുക. രാഹുൽ ഗാന്ധി നേതാവാകാൻ പോകുന്ന ആളല്ലേ? കണ്ടോ നിങ്ങളുടെ മഹാഗഡ്ബന്ധന്റെ അവസ്ഥ? എന്തൊരു നേതാവാണല്ലോ, പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ ഹൈഡ്രജൻ മോദി ഇപ്പം തകർന്നു വീഴും, അടുത്ത ബോംബ് മോദിക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് എന്തിനാ ഇങ്ങനെ കോമാളിയായി തീരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം 2 പപ്പുമാരാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. ഒന്ന് പപ്പു യാദവ്, മറ്റേ നമ്മുടെ ഈ സാക്ഷാൽ മുങ്ങി ഇരിക്കുന്ന പപ്പു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.